തിരുമൽ ദേവാ. ഓ കേശവ, ഞാനാ. സാറന്മാര്, നീ എന്തിനാ അത് തൂക്കി പിടിച്ച് നിൽക്കുന്നത്? എവിടെയെങ്കിലും വെക്കി. കുറച്ച് ഓറഞ്ചും ആപ്പിളുമാണ്. വെറും കൈയോടെ എങ്ങനെയാണ് കയറി പറയുക? തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. തമ്മിൽ തമ്മിൽ ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതല്ലേ ജീവിതം. രക്തത്തിന്റെ ആവശ്യമല്ലതുമുണ്ടോ കേശവന്? ഓ നെഗറ്റീവ് 2 കുപ്പി വേണം. തിരുമൽ ദേവാ, ഞങ്ങളുടെ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ആണല്ലോ. ഒരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് അറവുശാലയിൽ 2 പോത്തിനെ വെട്ടിയിട്ടുണ്ട്. അതിന്റെ രക്തമേ നിനക്ക് ചേർന്നു. ഒരാണ് മരിക്കാൻ കിടക്കും. എങ്ങനെയാണ് പറയാ? എടോ കാട്ടുപോത്തെ, ഞങ്ങളെ തമ്മി തല്ലി കലഹിപ്പിച്ച് ഞങ്ങളുടെ സ്ഥാപനം സ്വന്തമാക്കാനായിരുന്നു വിചാരല്ലേ? എന്തിനാ ആനന്ദ നീ കരയണേ? നമ്മൾക്ക് 2 പൂശ പൂശാൻ ഈ ശരീരത്തിൽ ഇടം വിട്ടില്ലല്ലോ തിരുമൽ ദേവൻ എന്നോർത്ത് കറഞ്ഞത്. എന്തിനാ ആനന്ദ? അതിന്റെ ഉള്ളടക്കം പറഞ്ഞാ പോരെ? ചേട്ടൻ പറയൂ. അനിയൻ പറ. ചേട്ടൻ പറയൂ. തന്റെ ആത്മാർത്ഥ സേവനം ഇനി ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്മിസ് ചെയ്യും. വേദന വല്ലതുണ്ടോ? കൊതിയെടുത്തില്ലേ? അടുത്തോ. ഹലോ, ആരാ? ഞാൻ ത്രിവിക്രമനാണ്. എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്ന് കരുതി സന്തോഷിക്കുമായിരുന്നു അല്ലേ? ഞാൻ വിളിച്ചതും സന്തോഷകരമായ ഒരു കാര്യം പറയാനാണ്. മോഹിനി ഗർഭിണിയാണ്. ഇത് കേൾക്കുമ്പോൾ ആര് സന്തോഷിക്കും എന്നെനിക്കറിയില്ല. കാരണം അവൾക്ക് നിശ്ചയമില്ല ആരാണെന്ന്. പിന്നെ ആരുടേതാണെന്ന് അറിയണമെങ്കിൽ പ്രസവിക്കണം, കോടതിയിൽ പോണം, അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട്. അതുവരെ ഈ പൈമാരി നാറിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. ഞാൻ ഇനിയും വിളിക്കാം. എന്താണ് ഇത് തൂക്കി പിടിച്ച് നിൽക്കുന്നത്? അങ്ങോട്ടെങ്ങനെ വെക്കൂ. ഇതെന്താ രണ്ടാൾക്കൊരു വല്ലായ്മ? ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി അച്ഛനാവാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. നീ എന്താ ഈ പറയണ? വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരില്ലേ? ഗർഭം എനിക്കല്ല, അവൾക്ക്. നിനക്ക്? നമ്മൾക്കല്ല, ആ മോഹിനിക്ക. അല്ല, കൺഗ്രാചുലേഷൻസ്. അതിന് താനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? മോഹിനിയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അപ്പനായതുകൊണ്ട്. അവള് ഗർഭിണിയാണെങ്കിലേ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം തനിക്ക. നമ്മൾ ആ പെൺകുട്ടിയോടൊപ്പം നടന്നു സംസാരിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ താൻ അങ്ങനല്ലായിരുന്നല്ലോ. കോമളം, നമ്മൾ പറയുന്നത് സത്യമാണ്. നീ നമ്മളെ വിശ്വസിക്കൂ. അല്ല അല്ല, എന്റെ പൊന്നല്ലു, നീ എന്നെ വിശ്വസിക്കണം. നിനക്ക് എന്നറിയാലോ. നിങ്ങൾ 2 പേരും അല്ലെങ്കിൽ പിന്നെ നമ്മളാണോ? ഇതിന്റെ സത്യം അറിയാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ആരാ? മനസ്സിലായില്ല. ഞാനല്ലു, ഇത് കോമളം. ഈ സമയത്ത് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ സമയവും കാലം നോക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുട്ടിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത്. എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, ഞങ്ങൾ ഓരോന്ന് പ്രസവിച്ചതല്ലേ. വെറുമ്പോ എല്ലാ കടയിലും കയറി നോക്കിയതാ. പച്ചമാങ്ങ എങ്ങും കിട്ടാനില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? അതെ, ഗർഭിണിയായിരിക്കുമ്പോ ചിലർക്ക് പച്ചമാങ്ങ തിന്നാൻ തോന്നും. സിനിമയിലാണെങ്കിൽ മസാല ദോശ. കുട്ടിക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാ നാളെ വാങ്ങിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. അവിടെ വരിക, 10 മാസം താമസിച്ച് സുഖമായിട്ട് പ്രസവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ 3, നമുക്ക് 3 പറയാമല്ലോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ. വന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചോണ്ട് അങ്ങ് പോവും. ഭീഷണിയാണോ? അതെ, ഭീഷണിയാ. ദേ ഇത് കണ്ടോ, പപ്പടം പരത്തി താഴം വെച്ച കയ്യാ. ഒരൊറ്റ കീറുവല്ലോ. നമ്മുടെ കുഞ്ഞല്ലേ, മോഹന് വെറും. അധികം വെളച്ചിലെടുത്ത വിളിച്ചു കൂവി ഞാൻ ആളെ കൂട്ടും. അയ്യോ, വേണ്ട വേണ്ട, നമ്മൾ ആളിനെ കൊണ്ടാ വന്നിരിക്കുന്നത്. പോയിരാളെ വരൂ, ഇവിടെ വരൂ. അവളെ പിടിക്കൂ. പിടിക്കൂ. എടുക്കണ്ട. ഞങ്ങൾ മോഹിനി കൊണ്ടുപോയെന്ന് എന്റെ ബോസിനോട് പറഞ്ഞേക്ക്. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. എത്രയും പെട്ടെന്ന് അവളെ മോചിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഞങ്ങൾ എന്തിനും തയ്യാറാണ് ബോസ്. ഒരു അറ്റാക്കിന് നിങ്ങൾ തയ്യാറെടുക്ക്. ഇത് കണ്ടോ, നമ്മളോട് ദുഷ്ടത്വം ചെയ്ത ഒരാളിന്റെ തലയാ. നിന്റെ തലയിൽ ഇതുപോലെ. അതെ, ഇന്നലെ 1 മുളക് പൊടിയാ. ഇത് നിന്റെ കണ്ണിൽ തേച്ചാൽ നീ സ്വർഗം കാണും. എടി, നീ ഗർഭിണിയാണോ? സത്യം പറയടി.
അല്ല, ഞാൻ ഗർഭിണിയല്ല. നേരം വെളുക്കും മുമ്പ് മോഹിനി എനിക്ക് വിട്ടുകിട്ടണം. ഇല്ലെങ്കിൽ ഈ ത്രിവിക്രമന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ വിക്രമന്റെ ബുദ്ധി ക്രമം തെറ്റിയതാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് മോഹിനിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ ആക്രമിക്കുമെന്ന്. എന്റെ തിരുമൽ ദേവാ, പോലീസിനെ വിളിക്കണോ? ഞാനിവിടെ ഉള്ളപ്പോ പോലീസോ? ഞാൻ ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ ഒരു അടി ഈ ശവത്തിന്. മതി മതി, എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. ആ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണ്? ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഗേറ്റിന്റെ പെയിന്റ് മാറ്റുന്നു. അതുകൊണ്ട് അതുകൊണ്ടോ നമ്മുടെ വീടല്ല ഇതെന്ന് തെറ്റിദ്ധരിച്ച് ആ വിക്രമനും കൂട്ടരും മടങ്ങിപ്പോവും. അങ്ങനെ രക്ഷപ്പെടുന്നല്ലേ തൽക്കാലം നല്ലത്. പോയി ഗേറ്റിന്റെ ഇവിടെ നിൽക്കണോ? പോടോ. എല്ലാവരും തയ്യാറാവൂ. തയ്യാർ.